ദ സ്പൈസി ടെയിലിൻ്റെ ഈ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു അച്ചാറാണ്. വെളുത്തുള്ളി കൊണ്ടുള്ള അച്ചാറാണ്. ഗാർലിക് അച്ചാറാണ് ഉണ്ടാക്കുന്നത്. അതിനായി വെളുത്തുള്ളി, ഞാനൊരു പാത്രം നിറയെ വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് പച്ചമുളക് അരിഞ്ഞത്, പിന്നെ ഇഞ്ചി, അതൊക്കെ 2 ടേബിൾ സ്പൂൺ വീതമാണ് എടുത്തിട്ടുള്ളത്. ഇത് ഉലുവയും കായവും വറുത്ത് പൊടിച്ചതാണ്. ഉലുവയും കായത്തിൻ്റെ കഷ്ണമാണ്, പൊടിയല്ല. വറുത്ത് പൊടിച്ച് വെച്ചത് 2 ടേബിൾ സ്പൂണാണ്. പാത്രം അടുപ്പിൽ വയ്ക്കുക. 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും 1 ടേബിൾ സ്പൂൺ എള്ളെണ്ണയുമാണ് ഒഴിച്ചിട്ടുള്ളത്. ഇതിലേക്ക് ഇഞ്ചി ചെറുതായി അരിഞ്ഞത് എടുത്ത് ഒന്ന് വഴറ്റുക. ഇത് വഴന്നു വരുന്ന സമയത്ത് കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക. അതിൽ പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഉപ്പ് ആ സമയത്ത് ഇടുന്നത്. ആവശ്യത്തിനുള്ള ഉപ്പ് മുഴുവനും ഇട്ടിട്ടില്ല. ഇനി വെളുത്തുള്ളി ഇടുമ്പോൾ കുറച്ചും കൂടി ആവശ്യത്തിന് ഇടാം. ഇത് വഴന്നു വരുമ്പോഴേക്ക് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ പച്ചമുളക് അരിഞ്ഞത്, വട്ടത്തിൽ അരിഞ്ഞതാണ്. വീട്ടിലുണ്ടായ പച്ചമുളകാണ്, അത് അരിഞ്ഞത് അതിൽ ചേർത്തി കൊടുത്തു. ഒന്നുകൂടി വഴറ്റുക. കുറച്ച് കറിവേപ്പില, 2 തണ്ട് കറിവേപ്പില എടുത്ത് അതും കൂടി ചേർത്തി വഴറ്റുക. അത് വഴന്നു വരുമ്പോഴാണ് നമ്മൾ ഈ വെളുത്തുള്ളിയൊക്കെ ചേർക്കേണ്ടത്. വഴന്നു വരുന്നുണ്ട്. ഈ സമയത്ത് നന്നാക്കി കഴുകിയൊക്കെ വെള്ളമൊക്കെ വാർന്ന് ആ വെളുത്തുള്ളി അതിലേക്ക് ചേർത്തി കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് ആ പച്ചമണം പോണ വരെ ഒന്ന് വഴറ്റുക. വല്ലാതെ വേവൊന്നും വേണ്ട, ഒന്ന് നന്നായിട്ട്, അതിന് കളറൊന്നും മാറണ്ട, ഒന്ന് കുറച്ച് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. ഉലുവയും കായവും വറുത്ത് പൊടിച്ചത് 1 ടേബിൾ സ്പൂൺ ഞാൻ അതിലിട്ടു. ഒന്നുകൂടി ഇളക്കുക. അതിനുശേഷം 2 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി ചേർത്തു. ഒന്നുകൂടി ഒന്ന് വഴറ്റുക. ഉലുവയും കായവും ഉള്ള ആ പൊടി, കായത്തിൻ്റെ പൊടി ഇടുന്നതിനേക്കാളും ടേസ്റ്റ് ഉള്ളത് കഷ്ണമുള്ള കായം വറുത്ത് പൊടിച്ചതാണ്. ഇനി ഇതിൽ ചേർക്കുന്നത് വിനീഗറാണ്. ഞാനൊരു 3 ടേബിൾ സ്പൂൺ വിനീഗർ, 4 ടേബിൾ സ്പൂൺ വിനീഗറാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി ഒന്നുകൂടി നന്നായി ഒന്ന് ഇളക്കിയിട്ട് തീ ഓഫ് ചെയ്യാം. ഇത് പിന്നെ ഇനി കുറച്ച് ദിവസം ഇരിക്കുമ്പോൾ ആണല്ലോ അതിനൊക്കെ നീരൊക്കെ വന്ന് അതൊന്ന് ലൂസായി, കുറച്ചൊന്ന് ലൂസായിട്ട് നമുക്ക് എടുക്കാം. കുറച്ചും കൂടി എണ്ണ അതിലൊഴിച്ച് കൊടുത്തിട്ടുണ്ട്. 1 ടേബിൾ സ്പൂൺ എണ്ണയും കൂടി ഞാനിതിൽ നല്ലെണ്ണയാണ്, എള്ളെണ്ണയാണ് ഒഴിച്ചു കൊടുത്തു. 4 ദിവസമൊക്കെ കഴിയുമ്പോഴേക്ക് അതിന്ന് കുറച്ച് ഇങ്ങനെ ഗ്രേവിയൊക്കെ ആയിട്ട് ഇങ്ങനെ നിൽക്കും. അപ്പോഴേക്കും ഈ വെള്ളുള്ളി അതിൽ കിടന്നിട്ടൊക്കെ ഒന്ന് സെറ്റാവും. അപ്പോൾ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. ബെല്ലൈക്കണും കൂടി ഒന്ന് അമർത്തി കൊടുക്കണേ.